السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر فأولئك هم المفلحون. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജിഹാദ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ അപകടകരമായ വശങ്ങൾ, ഇതിൻ്റെ ആഴം തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും വേണ്ട രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഓപ്പൺ ഫോറത്തിൻ്റെ ആമുഖ ഭാഷണം നിർവഹിക്കുന്നത്. ജിഹാദ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായൊരു പദമാണ്. ആ പദത്തെ മ്ലേച്ഛമായ ഒരു ഓക്സിമോറോൺ വഴി, ഒരു സങ്കരം വഴി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്നതിൽ മുസ്ലിം സമുദായം പോലും പരാജയപ്പെടുകയും അതിനൊരു വൈകാരിക പ്രശ്നമായി എടുക്കുകയും രാഷ്ട്രീയമായ തർക്ക വിതർക്കങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതിലാണ് ഈ പ്രശ്നത്തിൻ്റെ കാതലും ആ കാതൽ സൃഷ്ടിച്ച ആളുകളുടെ ധിഷണയും വിജയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഓക്സിമോറോൺ, വിരുദ്ധ ശബ്ദങ്ങളുടെ സങ്കരത്തിനാണ് ഓക്സിമോറോൺ എന്ന് ഇംഗ്ലീഷിൽ പറയുക. അത് മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ തന്നെ കേവലമായ ഒരു സംഘപരിവാര ലക്ഷ്യത്തിനപ്പുറത്ത് ചില വസ്തുതകളുടെ പശ്ചാത്തലമുണ്ട്. ജിഹാദ്, അതിൻ്റെ വിവക്ഷ, അത് വ്യത്യസ്ത തലങ്ങളിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കപ്പെടുന്നു? വ്യക്തിപരമായ ജിഹാദ് എന്താണ്? പ്രബോധനപരമായ അടിത്തറകൾ എന്തൊക്കെയാണ്? സായുധ സമരമായി തീരുന്നത് എപ്പോഴാണ് എന്ന വിഷയങ്ങളെല്ലാം സംക്ഷിപ്തമായി വിഷയാവതരണത്തിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ആമുഖ ഭാഷണത്തിൽ ഈ ഓക്സിമോറോൺ വളർന്നു വന്ന സാഹചര്യത്തെ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ആ പദപ്രയോഗം പോലും മുസ്ലിമിന് അരോചകമാണ് എന്ന് നാം തിരിച്ചറിയണം. ഒന്നാമത്, ആ പദം ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മളടക്കം ആ പദം ആവർത്തിക്കുമ്പോൾ, നമ്മുടേത് എന്ന് പറയുന്ന മാധ്യമങ്ങൾ ആ പദം ആവർത്തിച്ചതിന് മറുപടി പ്രസിദ്ധീകരിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ, അതില്ലെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടത്തുന്ന സ്ഥിതിവിവര കണക്കുകളുടെ തലക്കെട്ടിലും അത്തരമൊരു പദം നൽകുമ്പോൾ, ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അവർ പിശാചിൻ്റെ ചിരി ചിരിച്ചു കൊണ്ടിരിക്കുന്നു, അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. കഥകൾക്ക് പഞ്ഞമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്ക് ജിഹാദിനെ എന്തുമായും യോജിപ്പിക്കുവാൻ
അങ്ങനെ കഥകൾ മെനയുവാനും കഴിഞ്ഞേക്കും. മദ്യപാന ജിഹാദ് എന്നൊരാൾ പറഞ്ഞാൽ അതിന് പറ്റിയ രൂപത്തിലൊരു കഥയുണ്ടാക്കിയാൽ കുടിക്കുന്ന മറ്റു മതസ്ഥരെ അവരെ മെല്ലെ മെല്ലെ മദ്യപാനത്തിലൂടെ ഇസ്ലാമിലേക്ക് മുസ്ലിം വൽക്കരിക്കുവാനുള്ള ശ്രമമുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ അറിയുന്നവർ മൂക്കത്ത് വിരൽ വെച്ചേക്കാം. പക്ഷേ ആ ഒരു പ്രയോഗം 10 മടങ്ങ് തവണ ആവർത്തിക്കപ്പെട്ടാൽ അത് തലച്ചോറിൽ സ്ഥിരമായ സ്ഥാനം നേടുമെന്നും ആ സ്ഥാനം നേടൽ വഴി അടുത്ത തലമുറയിൽ ചില ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നും അറിയുന്നവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നാം അറിയേണ്ട മറ്റ് ചില സത്യങ്ങൾ കൂടിയുണ്ട്. ഇത്തരമൊരു കഥാവൽക്കരണം നമ്മുടെ മാധ്യമങ്ങളിൽ, ജനപ്രിയ മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ ആരംഭിച്ചിട്ട് ഒരു പ്രത്യേക കോടതിയുടെ പരാമർശവും ചില പ്രത്യേക കേസുകളുമായി ബന്ധപ്പെട്ട് കണ്ടാണെങ്കിലും ഇതിനെത്രയോ മുൻപ് ചില വെബ്സൈറ്റുകളിൽ കേരളവും കർണാടകയുമായി ബന്ധപ്പെട്ട് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ആ വെബ്സൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പഴയ കഥയാണ്. എന്നാൽ 2 ആഴ്ചകൾക്ക് മുമ്പ് അത്തരം വെബ്സൈറ്റുകൾ പുറത്തുവിട്ടൊരു പുതിയ ജിഹാദ് കൂടിയുണ്ട്. അത് ക്ലിനിക്കൽ ജിഹാദാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ആ ക്ലിനിക്കൽ ജിഹാദിൻ്റെ കേന്ദ്രം. ഇസ്ലാമിൻ്റെ താടി വെച്ച കുറേ വിഷഗ്വരന്മാർ മെഡിക്കൽ കോളേജിലും ചുറ്റുഭാഗത്തും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കവേ മുസ്ലിം അല്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് അമുസ്ലിങ്ങളുടെ ചിഹ്നങ്ങൾ സ്വീകരിച്ച ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നാൽ അവർക്ക് തെറ്റായ മരുന്ന് കുറിച്ചു കൊടുക്കുകയും അവരെ ഉന്മൂലനത്തിനോ അല്ലെങ്കിൽ ശരീരം കുഴച്ചു കളയുന്നതിനോ വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നും ഇതേ വെബ്സൈറ്റിൽ, ജാഗ്രതാ സമിതിയുടെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു 2 ആഴ്ചകൾക്ക് മുമ്പ്. നമ്മുടെ പത്രങ്ങൾക്കത് ആഘോഷമാകാൻ നാളുകൾ ഏറെ വേണ്ടിവരില്ല. ഏതെങ്കിലും സംഭവങ്ങൾ കൂടി ഉണ്ടായാൽ മതിയാകും. സംഭവങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഇത്തരമൊരു പദപ്രയോഗം എന്തുകൊണ്ടുണ്ടായി? അതിനൊരൽപ്പം പിന്നിലേക്ക് നമ്മൾ നടക്കേണ്ടി വരും. ഇതിന് തുല്യമായ പദപ്രയോഗങ്ങൾ യൂറോപ്പിൽ രൂപമെടുത്തിട്ട് ഒരു 10 പതിറ്റാണ്ടിലേറെക്കാലമായി. മുസ്ലിം ഭീകരതയെക്കുറിച്ച് പറയുമ്പോഴുള്ളതുപോലെ ഉള്ള ചില പദപ്രയോഗങ്ങൾ യൂറോപ്പിൽ രൂപപ്പെട്ടിട്ട് 10 പതിറ്റാണ്ടിലേറെക്കാലമായി. W.L. കാട്ടി എന്ന് പറയുന്ന വനിത എഴുതിയ മാരീഡ് ടു മുഹമ്മദ് എന്ന ഗ്രന്ഥമാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ കൃതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പുസ്തകത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഈ അടുത്ത് നെതർലാൻഡിലെ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റായ ന്യൂക്കർക്ക് എന്ന വനിത എഴുതിയ വിമൺ എംബ്രേസിംഗ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ, വളരെ ബൃഹത്തായ ഗ്രന്ഥത്തിൽ, വളരെ വലിയ ഗ്രന്ഥത്തിൽ, അതിലെ പ്രീഫേസിൽ, ആമുഖത്തിൽ അവർ ആശ്ചര്യത്തോടു കൂടി പോകുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി സ്ത്രീ വിരുദ്ധമായ ആശയങ്ങളുടെ സങ്കേതമാണ് ഇസ്ലാമെന്നും സ്ത്രീയ അടിമത്വത്തിൻ്റെ മൂടുപടങ്ങളിൽ തളച്ചിടുന്ന ആദർശമാണ് ഇസ്ലാമിക ആദർശമെന്നും സകലവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട്
മീഡിയയും മറ്റു മാർഗങ്ങളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാം പ്രചരണം നടത്തിയിട്ടും യൂറോപ്പിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളിൽ 5 പേരിൽ 4 സ്ത്രീകളാണ് എന്ന വസ്തുത എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണിത്. ആ കാരണം അന്വേഷിച്ചുകൊണ്ടുള്ള പഠനം ചില വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഈ പഠനം പുറത്തു വരുന്നതിന് മുൻപ് പുറത്തിറങ്ങിയ ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മാരീഡ് ടു മുഹമ്മദ് എന്ന ഗ്രന്ഥം. ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്തുകൊണ്ട് യൂറോപ്യൻ സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന പഠനമാണ്. അതിനുള്ളൊരു പ്രതിവിധിയാണ് മാരീഡ് ടു മുഹമ്മദ് കടന്നു വരുന്നത്. യൂറോപ്യൻ സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് പ്രധാനമായും അവിടേക്ക് പഠനത്തിന് വേണ്ടി വരുന്ന, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന, മധ്യപൗരസ്ത്യ ദേശത്ത് നിന്ന് വരുന്ന മുസ്ലിം യുവാക്കളുമായി പ്രണയത്തിലേർപ്പെട്ടിട്ടാണ് എന്നും, അങ്ങനെ പ്രണയം കഴിയുമ്പോഴേക്ക് ആ പ്രണയ സാഫല്യത്തിന് വേണ്ടി ഇസ്ലാമിലെത്തിച്ചേരുകയാണ് ഈ വനിതകൾ ചെയ്യുന്നത് എന്നും, അതിനുശേഷം അവർ മധ്യപൗരസ്ത്യ ദേശത്തേക്ക് കടക്കുന്നതോടെ പിന്നെ അവർ ഇസ്ലാമിൻ്റെ ആളുകളായിത്തീരുന്നു എന്നുമുള്ളൊരു പ്രീ കൺസെപ്ഷൻ, ഒരു പ്രജുഡൈസ്, ഒരു മുൻധാരണ. അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ അവർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളെ മുഴുവനും പൂർത്തീകരിക്കുന്ന വനിതാരത്നങ്ങൾ ആ സൗന്ദര്യ പ്രകടനത്തിലൂടെ ആണ് പെണ്ണിൻ്റെ അസ്തിത്വത്തിൻ്റെ ഉജ്ജ്വലീകരണം സാധിക്കുന്നത് എന്നവർ പഠിപ്പിച്ചു കൊടുത്ത മീഡിയയുടെ പാട്ട് കേട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ വേദികളിൽ നിരന്നു നിന്ന് ആടിയും പാടിയും ആയിരങ്ങളെ വൈകാരികമായ വിജൃംഭിതാവസ്ഥയിൽ നിർത്തിയിരുന്നവർ ഈ ആസ്വാദനത്തിൻ്റെ ജീൻസും ടോപ്പും വലിച്ചെറിഞ്ഞ് അടിമത്വത്തിൻ്റേത് എന്ന് അവർ വിധിയെഴുതിയ പർദ്ദയുടെ മൂടുപടത്തിനുള്ളിലേക്ക് കടന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതിനവർ കണ്ടെത്തിയൊരു വിശദീകരണമായിരുന്നു ഇത്. ആ വിശദീകരണത്തിനുള്ള മറുമരുന്നായിട്ടാണ് 10 വർഷങ്ങൾക്ക് മുമ്പ് മാരീഡ് ടു മുഹമ്മദ് WL കാട്ടി എഴുതുന്നത്. മാരീഡ് ടു മുഹമ്മദിൻ്റെ പ്രധാനപ്പെട്ട ഒരു അതിലെ കഥാബിന്ദു WL കാട്ടി എന്ന് പറയുന്ന സൗന്ദര്യവതിയായ പെണ്ണ്, അവൾ ഒരു മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന മുഹമ്മദുമായി പ്രണയത്തിലാവുകയും ആ പ്രണയത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദിൻ്റെ വീട്ടിൽ നിന്നും മുഹമ്മദിൽ നിന്നും അവൾക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, അസ്തിത്വ പ്രതിസന്ധിയുടെ എല്ലാം കഥയാണ് മാരീഡ് ടു മുഹമ്മദ്. ഈ പുസ്തകം യൂറോപ്പിലെ, പ്രത്യേകിച്ച് ബ്രിട്ടനിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ സൗജന്യ വിതരണം നടത്തുവാൻ അവിടെയുള്ള മിഷനറി സംഘങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലരും പരിശ്രമിച്ചു. ലക്ഷ്യം വിശദീകരിക്കാതെ തന്നെ അറിയാവുന്നത്, ഇതാ ഇസ്ലാമിലേക്ക് കയറിപ്പോകുവാൻ ആരെങ്കിലും സന്നദ്ധമാകുമെങ്കിൽ അവർക്ക് ലഭിക്കുവാനുള്ളത് ഈ പീഡനങ്ങളുടെ, പ്രയാസങ്ങളുടെ ഒരു നാളെയാണ് എന്നുള്ള സന്ദേശം. അവർക്കറിയില്ലല്ലോ ആണുങ്ങളുടെ തടിയോ തൊലിയോ അവരുടെ മസിൽ പവറുകളോ കണ്ടുകൊണ്ടല്ല ഈ പെണ്ണുങ്ങളൊന്നും അവർ തന്നെ വിധിച്ചു വെച്ച അടിമത്വത്തിൻ്റെ കുപ്പായത്തിനുള്ളിലേക്ക് കയറിയത് എന്ന്. DJ ആയി നടന്ന,
ലണ്ടനിൽ അറിയപ്പെട്ടിരുന്ന നർത്തകിയായിരുന്ന റോബർട്ട്, സ്മിത റോബർട്ട് എന്നായിരുന്നു അവരുടെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അവർ ഈ നൃത്തത്തിന് പോയൊരു സ്ഥലത്ത് നിന്ന് പരിചയപ്പെട്ട ഒരു പർദ്ദയിട്ട സുന്ദരിയായ സ്ത്രീയോട്, എന്തിനു വേണ്ടിയാണ് ഇത്ര സൗന്ദര്യമുള്ള നിങ്ങൾ ഈ അടിമത്വത്തിൻ്റെ വസ്ത്രം സ്വീകരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടിയിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ ആരംഭിച്ച് ദീർഘനാളത്തെ പഠന പര്യവേഷണങ്ങൾക്ക് ശേഷം ഇസ്ലാമിലെത്തി നായിമ ബി റോബർട്ട് എന്ന പേര് സ്വീകരിച്ച് ബൃഹത്തായ ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എന്ന ബൃഹത്തായ ഗ്രന്ഥമെഴുതിയ നായിമ ബി റോബർട്ട് അവരുടെ ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ എന്തിനു വേണ്ടി ഈ പുസ്തകം എഴുതി എന്ന് പറയുന്നുണ്ട്. ഞാൻ എഴുതിയത് എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ മക്കളുടെയും എൻ്റെ ഭർത്താവിൻ്റെയും എല്ലാം കുടുംബത്തിലെ ഉത്തരവാദിത്വ നിർവഹണത്തിന് തന്നെ സമയം കിട്ടാഞ്ഞിട്ടും ഉള്ള സമയത്ത് പരമാവധി പിശുക്കിയെടുത്ത് ഇത്തരം ബൃഹത്തായൊരു ഗ്രന്ഥം എഴുതുന്നതിന് പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്നലകളിൽ ജീൻസും ടോപ്പും അണിഞ്ഞ് ലണ്ടൻ്റെ തെരുവിലൂടെ സംഗീതം ആസ്വദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നടന്നു പോകുമ്പോൾ വളരെ അവിചാരിതമായി മുന്നിൽ കാണുന്ന കറുത്ത വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവരേതോ ഒരു അടിമത്വത്തിൻ്റെ പ്രാകൃത യുഗത്തിൽ പിറന്നവരാണല്ലോ എന്ന് ഞാൻ വിലപിച്ചിരുന്നു. എന്നാൽ ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മീയമായ ഔന്നത്യവും സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ തലങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ വസ്ത്രത്തിനകത്ത് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ തെരുവിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സംസ്കാരം സ്വീകരിച്ച പ്രാകൃതയായ പെണ്ണ് എന്ന പുച്ഛഭാവത്തോടുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളും എന്നെ നോക്കുന്നത് എനിക്കറിയാം. ഇതിനകത്ത് ഞാൻ അനുഭവിക്കുന്ന യഥാർത്ഥത്തിലുള്ള വിമോചനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എന്ന ഗ്രന്ഥം പുറത്തു വരുന്നത്. ഇത് അങ്ങകലെ യൂറോപ്പിൻ്റെ മാത്രം അവസ്ഥയല്ല. പച്ചയായി പറഞ്ഞാൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, ഇസ്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, ഇസ്ലാം ചിന്തിക്കുന്ന ജനതയുടെ മുന്നിൽ പച്ചയായി വീണ്ടും ഞാൻ പറയട്ടെ, പച്ചയായി സമർപ്പിക്കപ്പെടുമ്പോൾ മനസ്സുകൾക്കകത്ത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്നു എന്നത് മലയാളത്തിൻ്റെ കൂടി അനുഭവമാണ്. ആ അനുഭവം മലയാളി മുസ്ലിം തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയേണ്ടവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സിഗ്നലാണ് പുതിയ കോലാഹലങ്ങൾ മുഴുവനും. ഇവിടെ ആരും ഇസ്ലാമികമല്ലാത്തൊരു രീതി ഉപയോഗിച്ച് ആരെയെങ്കിലും മതപരിവർത്തനത്തിന് പരിശ്രമിക്കുമെന്ന് ആരെങ്കിലും കരുതുമെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാനേ നിർവാഹമുള്ളൂ. എന്തുകൊണ്ടെന്നാൽ മതപ്രബോധകരെ സംബന്ധിച്ചിടത്തോളം അയാളത് നിർവഹിക്കുന്നത് തൻ്റെ പരലോക മോക്ഷത്തിനു വേണ്ടിയാണ്. ഒരു പെണ്ണിനെ വലയിലാക്കുവാൻ വേണ്ടി വിവാഹപൂർവ്വ നടിക്കുകയോ പ്രണയത്തിലേർപ്പെടുകയോ ചെയ്യുന്നത് വഴി ഹറാമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മതപ്രബോധകന് കൃത്യമായി അറിയാം. ആ ഹറാമിൻ്റെ പാതയിൽ നിൽക്കവേ അയാൾ മരണത്തിൻ്റെ വിളി കേട്ട് തിരിച്ചു പോകേണ്ടി വന്നാൽ അയാളുടെ അവസ്ഥയെക്കുറിച്ചും കൃത്യമായി ബോധ്യമുള്ളവനാണ് അയാൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു കെണി, ഇവർ പറയുന്ന പ്രണയക്കെണി, മതപ്രബോധനത്തിനും മതപ്രചാരണത്തിനും
ഒരാൾക്കും ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ട് ബോധപൂർവം ഉപയോഗിക്കാൻ സാധ്യമല്ല. അതറിയുന്നവരാണ് അവർ. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ചിന്തിക്കുന്ന സമൂഹം, പഠിക്കുന്നവർ, മനസ്സിലാക്കുന്നവർ, ഇസ്ലാം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാൽ 5-ൽ 4 പേരും പെണ്ണുങ്ങളാണ് എന്ന യൂറോപ്യൻ യാഥാർത്ഥ്യം തന്നെ ഏകദേശം മലയാളക്കരയിലും അർത്ഥമുള്ളതാണ് എന്നുള്ളത് സത്യം. അവരെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയായി തിരിച്ചറിഞ്ഞ് ആ സംരക്ഷണത്തിൻ്റെ ബാധ്യത ഏറ്റെടുക്കുവാൻ സന്നദ്ധമായി രംഗത്ത് വരുന്ന യുവാക്കളെ പ്രയാസപ്പെടുത്തുവാനും അങ്ങനെ ഇസ്ലാമിക പ്രബോധന രംഗത്തെ സമർത്ഥമായി നേരിടുവാനും വേണ്ടി ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ രൂപപ്പെട്ടു വരുന്ന സമർത്ഥമായ ഇസ്ലാം വിരുദ്ധ ധിഷണയുടെ ബോധപൂർവമായ സൃഷ്ടിയാണ് ഈ ഓക്സിമോറോൺ, ഈ വിലക്ഷണ സങ്കരമെന്ന് ഞാൻ അതിനെ പരിഭാഷപ്പെടുത്തട്ടെ. വിലക്ഷണ സങ്കരങ്ങൾ ഉണ്ടാകുന്നത് വികൃതമായ മനസ്സുകളിൽ. ഇതാണ് വികൃതമായ മനസ്സുകൾ ഉള്ളവർ നിയമകൂടങ്ങളുടെ മുകളിലിരുന്നാലും നീതിപാലനത്തിൻ്റെ ഔന്നത്യത്തിലാണെങ്കിലും അവർ വമിക്കുന്നത് വിശപ്പുകയായിരിക്കുമെന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠപാട്. ആ പാഠം കേരളത്തിൽ ആവർത്തിക്കുവാൻ അനുവദിക്കണമോ എന്നതാണ് ഇപ്പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളീയ സമൂഹത്തെ നയിക്കുന്നവർ എന്ന് കരുതുന്നവരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടത്. ഇത് കേവലം ഒരു സംഘപരിവാര പ്രശ്നമൊന്നുമല്ല. ഈ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യമായി കള്ളക്കണക്കുകളുടെ സർക്കുലർ ഇറക്കിയത് ഗോതമ്പ് കൊടുത്തും മാവ് കൊടുത്തും മരുന്ന് കൊടുത്തും പാവപ്പെട്ട ആദിവാസികളെ മതം മാറ്റുവാൻ വേണ്ടി ബോധപൂർവം സംഘടിതമായി പരിശ്രമിക്കുന്ന കാത്തോലിക്ക സഭയുടെ കാത്തോലിക് ബിഷപ്പ് കൗൺസിലാണ്. ആ കാത്തോലിക് ബിഷപ്പ് കൗൺസിൽ പുറത്തിറക്കിയ കള്ളക്കഥകളെ ആവർത്തിക്കുക മാത്രമാണ് കേരള കൗമുദിയും കലാകൗമുദിയും കേരള ശബ്ദവുമെല്ലാം ചെയ്തത്. അത് പിന്നീട് എടുത്ത് ഉപയോഗിക്കുകയായിരുന്നു സംഘപരിവാര ബുദ്ധിജീവികൾ. എവിടെ നിന്നാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയുവാൻ ഇതുവഴി നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇത്തരം ഓക്സിമോറോണുകൾ അതിന് കേവല വൈകാരികതക്കപ്പുറത്തുള്ള വൈകാരിക പ്രതികരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിനപ്പുറത്തുള്ള ലക്ഷ്യങ്ങളുള്ളവയാണ്. ISMനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വൈകാരിക പ്രതികരണത്തിന് മുതിരാതെ എന്താണ് ജിഹാദ് എന്ന് പരിചയപ്പെടുത്തുകയും ആ ജിഹാദിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ചോദിക്കുവാനും വിമർശിക്കുവാനും പറയാനും മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള വേദിയുണ്ടാക്കുക എന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന സൃഷ്ടിപരമായ പ്രതികരണം എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഇത്തരം വേദികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതല്ലാതെ ആരോ വെച്ച് നീട്ടിയ വൃത്തികെട്ടൊരു ഓക്സിമോറോൺ അതിനാഘോഷിച്ച് ആ ആഘോഷത്തിന് നിന്ന് സ്വന്തം പത്രത്തിന് എങ്ങനെ സർക്കുലേഷൻ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന വിവരമില്ലാത്ത പ്രതികരണദാഹികളും സ്വന്തം പാർട്ടിക്കെങ്ങനെ ആളെയുണ്ടാക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന സിദ്ധവൈഭവമുള്ള ബുദ്ധിരാക്ഷസന്മാരും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് യഥാർത്ഥത്തിലുള്ള ജിഹാദിൻ്റെ പരിപ്രേക്ഷ്യമെന്ന്
കേരളീയ സമൂഹത്തിൽ പച്ചയായി തുറന്നു പറയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പരിപാടിയുടെ പശ്ചാത്തലത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക തന്നെ വേണം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. സമയപരിധിയുടെ സീമ അതിലംഘിച്ചുകൊണ്ട് തന്നെ ഇത് പറയാതിരുന്നാൽ ഈ വിഷയം പൂർണ്ണമാവുകയില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ ആമുഖം എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് എന്തിനെയാണോ ഇരുട്ടിൻ്റെ ഉപാസകന്മാർ ഭയപ്പെടുന്നത്, വെളിച്ചത്തിൻ്റെ ശത്രുക്കൾ ഭയപ്പെടുന്നത്, ആ ആദർശത്തെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്, അത് പച്ചയായി അവതരിപ്പിച്ചുകൊണ്ട്, എനിക്ക് പറ്റിയ രൂപത്തിൽ വിളക്കിയും വളച്ചുമല്ല, അങ്ങനെ അവതരിപ്പിക്കാൻ ഒരുപാട് പേർ, ആ അവതരണത്തിൻ്റെ ബാക്കി പത്രമാണ് ഇവിടെ പറഞ്ഞ ഭീകരവാദവും തീവ്രവാദവുമല്ല. പച്ചയായി പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തെ ലോകത്തിൻ്റെ മുന്നിൽ, ചിന്തിക്കുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അങ്ങനെ ആരെങ്കിലും ഇട്ടുതരുന്ന വലകളിൽ കുടുങ്ങുവാനോ ഇരകൾക്ക് പിന്നിലോടി വൈകാരിക പ്രകടനങ്ങളിലൂടെ അവരുടെ ലക്ഷ്യം സാധിപ്പിച്ചു കൊടുക്കുവാനുള്ള ഇരകളായി തീരാതിരിക്കുവാനും സന്നദ്ധരാകേണ്ടവരാണ് ഖൈർ ഉമ്മത്തിൻ്റെ ആളുകൾ. നിങ്ങളാണ് ഉത്തമ സമുദായമെന്ന് പടച്ച തമ്പുരാനാണ് ഈ സമുദായത്തെ നോക്കി പറഞ്ഞത്. കുന്തും ഖൈറ ഉമ്മ, മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായം. ആ സമുദായത്തിൻ്റെ ബാധ്യത തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, ജനങ്ങളെ സന്മാർഗത്തിലൂടെ നയിക്കലാണ്, ജനങ്ങളെ ദുർമാർഗത്തിൽ നിന്ന് തടയലാണ്. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അതിൻ്റെ കാതൽ. അതല്ലാതെ കേവലമായ പാർട്ടി പ്രവർത്തനമോ രാഷ്ട്രീയമായോ അതല്ലെങ്കിൽ സ്വാർത്ഥമായോ ഉള്ള ലക്ഷ്യപൂർത്തീകരണമോ അല്ല. ആ ഒരു ഉത്തരവാദിത്വ നിർവഹണത്തിന് സന്നദ്ധമാവുകയാണ് ഇത്തരമൊരു പരിപാടിയിലൂടെ ISM ചെയ്യുന്നത്. ഇത് ഒരു വഴിതിരിച്ചുവിടൽ കൂടിയാണ്. തീർച്ചയായും ഉണ്ടാക്കേണ്ട സകലവിധ പുകിലുകളും ഉണ്ടാക്കിക്കഴിഞ്ഞ് ആവശ്യമായ മസ്തിഷ്ക പ്രക്ഷാളനം നിർവഹിച്ചു കഴിഞ്ഞ് കോടതിയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്മാറിക്കഴിയുകയാണ്. ഇനി അവരുടെ റോൾ അവസാനിച്ചിരിക്കുന്നു. നമ്മളാരെങ്കിലും ധരിക്കുന്നത് ഇവരെല്ലാവരും കൃത്യമായ വ്യക്തമായ ഏതെങ്കിലും രൂപത്തിലുള്ള ദൗത്യ നിർവഹണത്തിന് ശേഷം എത്തിച്ചേരുന്ന ശാസ്ത്രീയമായ നിഗമനമാണിതെല്ലാം എന്ന് ധരിച്ചുപോയെങ്കിൽ അതിൽ ചില തെറ്റുകളുണ്ട് എന്ന് പറയേണ്ടി വരും. അതിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു. ആ ദൗത്യത്തിനാവശ്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പ്രതികരണങ്ങൾക്കനുസരിച്ചുള്ള പ്രയോഗങ്ങളുടെ കാലഘട്ടമാണ്. അവിടെയാണ് ആ പ്രയോഗങ്ങൾക്കനുസൃതമായി വൈകാരിക പ്രതികരണങ്ങളുടെ പാതയിലേക്ക് പോകാതെ യഥാർത്ഥ ജിഹാദിൻ്റെ വക്താക്കളായി തീരാൻ, മാറ്റത്തെ ഭയപ്പെടുന്ന ആളുകളുടെ മനസ്സിനെ അടക്കം മാറ്റിക്കളയുന്ന, ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന പ്രവർത്തനത്തിലേർപ്പെടാൻ നാം സന്നദ്ധമാകണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം ഒരു ചർച്ചയുടെ ആമുഖത്തിൽ അത്തരമൊരു ദൗത്യ നിർവഹണത്തിന് നാം സന്നദ്ധമാകണം എന്ന സന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ തുറന്ന ചർച്ചയ്ക്കു വേണ്ടി ഈ വിഷയം, ജിഹാദ് എന്ന വിഷയം, നിങ്ങളുടെ തുറന്ന പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരേ ഒരു വ്യവസ്ഥ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തെ അധികരിച്ചുള്ള സംശയങ്ങൾ മാത്രമാണ് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് അനുവദിക്കാനാവുക എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാലിഖ്, സ്ഥലം മാങ്കാവ്. കോടതിയും പോലീസും പല മുസ്ലിം ബുദ്ധിജീവികളും പ്രണയ ജിഹാദ് ഒരു സാങ്കല്പിക ആശയമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും
വിവിധ മുസ്ലിം സംഘടനകൾ ഇതുപോലുള്ള വിശദീകരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കുറ്റബോധം മറച്ചു പിടിക്കാനല്ലേ? മുസ്ലിം സംഘടനകൾ ഇതേപോലുള്ള വിശദീകരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന കുറ്റബോധം മറച്ചു പിടിക്കാനില്ല എന്നാണ് ചോദ്യം. നമ്മൾ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പരിപാടി സംഘടിപ്പിക്കുന്നിടത്ത് പോലും വൈകാരികതയുടെ തലം കടന്നു വരുന്നു എന്നുള്ളിടത്ത്, ആ വൈകാരികതയുടെ തലം കടന്നു വരുന്നിടത്ത് ആരാണോ ഇത് ലക്ഷ്യമാക്കുന്നത്, എന്ത് ലക്ഷ്യമാക്കുന്നുവോ അവർ വിജയിക്കുന്നു എന്നുമുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ശരിയായ രീതിയല്ല അത്. ഒരു പ്രശ്നം വരുമ്പോഴേക്ക് വൈകാരികമായി പ്രതികരിച്ച് ആ പ്രശ്നത്തിൻ്റെ കാരണത്തെ അതെവിടെ നിന്ന് കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആരൊക്കെയോ ഉണ്ടാക്കിയ അജണ്ടകൾക്കനുസരിച്ച് ചലിക്കുന്ന ആളുകളായി തീരുകയാണ് വൈകാരിക പ്രതികരണങ്ങൾ വഴി ഉണ്ടാവുക. അത് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. മുസ്ലിം സമൂഹത്തിലാണെങ്കിലും ആരെയാണോ ലക്ഷ്യമാക്കുന്നത് അവർക്ക് പറ്റിയ രൂപത്തിൽ അവരെ ഇരകളാക്കി തീർക്കുന്ന രൂപത്തിലുള്ള ന്യൂസ് സൃഷ്ടിക്കുക, അങ്ങനെ അവരെ വികാരപരമായി പ്രതികരിക്കുന്നവരാക്കി തീർക്കുക, ആ പ്രതികരണത്തിൽ നിന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോവുക, ഇതെല്ലാം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊന്നിച്ച് മീഡിയ എന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ് പയറ്റി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏർപ്പാടുകളിൽപ്പെട്ടതാണ്. ഇവിടെ കേരളത്തിലും അത് കുറച്ച് സംഭവിച്ചിട്ടില്ല എന്ന് പറയണില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഇത് എന്താണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടുള്ളൊരു ബേജാറുണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു ഏർപ്പാട് പരിചയമില്ലല്ലോ. എങ്ങനെയാണ് അത് പറ്റുക? എനിക്ക് ഒരു ലോ ക്ലാസ് മുസ്ലിമിനെങ്കിലും ചിന്തിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഏർപ്പാട്. ലോ ക്ലാസ് മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമിലെ മുസ്ലിം സമുദായത്തിൽ ക്ലാസ് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഒരേ മുസ്ലിം സമുദായത്തിൽ ആദർശപരമായ ഔന്നത്യമോ ആദർശപരമായുള്ള പ്രബോധനമോ ഒന്നും തിരിയാത്തൊരു സാധാരണക്കാരനായ, നമസ്കാരവും നോമ്പൊന്നും ഇല്ലാത്തൊരു മുസ്ലിമിന് പോലും ഒരിക്കലും ഇത്തരം ഒരു മോഡസ് ഓപ്പറാണ്ടി ഉപയോഗിച്ചിട്ട്, ഇത്തരം ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ചിട്ട് ആരെങ്കിലും മതം മാറ്റുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്യപാനവും ജിഹാദുമായി ഒരാൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയാൽ ആ കഥക്ക് ചിലപ്പോൾ ചൂടുണ്ടാകും പുറത്തുള്ള ആളുകളുടെ ഇടയിൽ. ഇപ്പൊ ക്ലിനിക്കൽ ജിഹാദ് എത്ര സുന്ദരമാണ് കഥ. രണ്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ വല്ല പണിയുണ്ടോ? ആ റിപ്പോർട്ടുകൾ വലുതായി പത്രങ്ങളിൽ അച്ചടിച്ചു വരാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇന്ന ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചത് വഴി ബോധരഹിതമായി ആശുപത്രിയിൽ കിടക്കുന്ന ആളുടെ ചിത്രം പ്രസിദ്ധീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് ഡോക്ടർമാർ ജാഗ്രതയും. ഞാൻ പറയുന്നത് വളരെ ഗൗരവതരമാണ് പ്രശ്നം. ഇത് എങ്ങനെയാണ് പോളറൈസേഷന് വളരെ സമർത്ഥമായി ശ്രമിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ ചിത്രമാണിത്. എങ്ങനെ ഒരു സമൂഹത്തെ കളവുകളെ കൊണ്ട് അടിച്ചമർത്താൻ കഴിയുമെന്ന് ഗീബൽസിനെക്കാളും സമർത്ഥമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ചിത്രമാണിത്, പ്രകടിത ചിത്രമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമിനും ചിന്തിക്കാൻ പറ്റാത്തൊരു ഏർപ്പാടാണിത്. പെൺകുട്ടികളെ വിവാഹപൂർവ്വ പ്രണയം നടിക്കുക. വിവാഹപൂർവ്വ പ്രണയം തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അംഗീകരിക്കാത്തതാണ്. അംഗീകരിക്കൂല എന്ന് മാത്രമല്ല, വ്യഭിചാരത്തിന് സമാനമാണ് വിവാഹപൂർവ്വ പ്രണയം. ഇസ്ലാം വിവാഹപൂർവം മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രണയം തന്നെ അംഗീകരിക്കണില്ല, എന്നിട്ടല്ല പുറത്ത്. ഈ വിവാഹപൂർവ്വ പ്രണയമെല്ലാം നമ്മുടെ പുതിയ ക്യാമ്പസ് കൾച്ചറിൻ്റെ എല്ലാം സ്വാഭാവിക ദുഷ്ഫലങ്ങളാണ്. അതിൻ്റെ ഫലം എന്താ? ഫലം ആ പ്രണയം എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? അത് ഉത്തരവാദിത്തമുള്ള ഒരു മാതാപിതാക്കളും അംഗീകരിക്കൂല. എന്താ കാര്യം? വേറൊന്നുമല്ല, ആ പ്രണയം കൂടുന്നതിനനുസരിച്ച് കുടുംബ ശൈഥില്യമാണ് സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടിലൊരു കൗൺസിലിംഗ് സെന്റർ അന്വേഷിച്ചാൽ കിട്ടാനില്ലായിരുന്നു നിലകളിൽ. ഇന്ന് തിരിനോടത്തും മറിനോടത്തുള്ള കൗൺസിലിംഗ് സെന്ററുകളാണ്. എന്ത് കൗൺസിലിംഗ് സെന്ററിൽ എപ്പം തിരക്കാ? എന്താ സംഭവം? കുടുംബ പ്രശ്നങ്ങൾ ഒരു സംഭവമായി തീരുന്നു. കാരണം എന്താണ്? പ്രണയം പലപ്പോഴും നടക്കുന്നത് വിവാഹത്തിന് മുൻപ് മാത്രമാണ്. വിവാഹത്തിന് മുൻപ് പ്രണയം മുഴുവനും കഴിയുന്നു. വിവാഹത്തോടു കൂടി പ്രണയ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പിന്നീട് പ്രണയമില്ല, പിന്നെയുള്ളത്
കേവലം ശരീരം മാത്രമാണ്. ആ ശരീരം സ്വാഭാവികമായും അതിനൊരു കാലമുണ്ട്, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. മുമ്പെല്ലാം പറയാറുണ്ടായിരുന്ന ഒരു കഥ, ഒരു കണക്ക്. വിവാഹം കഴിച്ചാൽ ആദ്യത്തെ കൊല്ലം പെണ്ണ് പറയുന്നതെല്ലാം ആണ് കേൾക്കുന്നു, രണ്ടാമത്തെ കൊല്ലം ആണ് പറയുന്നതെല്ലാം പെണ്ണ് കേൾക്കുന്നു, മൂന്നാം കൊല്ലമാകുമ്പോൾ രണ്ടുപേരും കൂടി പറയുന്നത് നാട്ടുകാർ കേൾക്കുന്നു എന്നും പറയാറുണ്ട്. ഇപ്പോ വിവാഹത്തിന് മുൻപാണ് പെണ്ണ് പറയുന്നതെല്ലാം ആണ് കേൾക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആണ് പറയുന്നത് പെണ്ണും കേൾക്കും. പിന്നെ രണ്ടാമത്തെ ആഴ്ച മുതൽ രണ്ടുപേരും പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ടവർ നാട്ടുകാർ, ആ നാട്ടുകാരുടെ പ്രതിനിധികൾ കൗൺസിലർമാർ. അപ്പം അതുകൊണ്ട് തന്നെ ആരും വിവാഹപൂർവ്വ പ്രണയത്തെ അംഗീകരിക്കില്ല ഇസ്ലാമിക സമൂഹത്തിൽ. വിശേഷിച്ചും അത് വൃത്തികെട്ടതാണ്, അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്, അതൊരു തിന്മയാണ്, പാപമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. പിന്നെ എങ്ങനെയാണ് അത്തരം ഒരു ലക്ഷ്യവുമായി ഒരു സംഘടന പ്രവർത്തിക്കുക? ഇസ്ലാമിക സംഘടന ഒരാളെ ഇസ്ലാമാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു മുസ്ലിം സംഘടനയുടെ ആൾക്കാകുമ്പോൾ അത് അയാൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആദർശത്തിലേക്ക് കൊണ്ടുവരിക എന്നാകുമ്പോൾ അതിന് ആദർശത്തിൻ്റെ ഒരു അടിത്തറയുണ്ടാകുമല്ലോ. ഈ ആദർശ അടിത്തറയുള്ളവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? ചെയ്യാൻ സാധിക്കൂല. അപ്പം അതുകൊണ്ട് തന്നെ ശുദ്ധ നുണയാണിത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എല്ലാം ഇങ്ങനെ തോന്നിക്കൂടെ എന്നെങ്കിലും നമുക്ക് വിചാരിച്ചു പോകാമായിരുന്നു. പക്ഷേ ഇങ്ങനെ തോന്നാൻ, ഒരു തലത്തിലും ഇങ്ങനെ തോന്നാൻ ഒരു സാധ്യത കാണുന്നില്ല. അതുകൊണ്ടാണ് പച്ചയായി തന്നെ അത് നിഷേധിക്കാൻ കാരണം. മാത്രമല്ല, ഇവർ ഉന്നയിച്ച കണക്കുകളിലെ, ഇവർ ഉന്നയിച്ച ചരിത്രങ്ങളിലെ, അല്ലെങ്കിൽ എടുത്തുന്നയിച്ച കഥകളിലെ പല നായികാനായകന്മാരെയും നമുക്കറിയാം. ആ നായികാനായകന്മാർ ഇവർ പറഞ്ഞ ഈ പ്രണയവും ജിഹാദും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഓക്സിമോറോൺ ഉണ്ടല്ലോ, അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും നമുക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് വളരെ ബോധപൂർവമായി സൃഷ്ടിച്ചെടുത്ത, ഇതിൻ്റെ ഞാൻ നേരത്തെ എൻ്റെ ആമുഖ ഭാഷണത്തിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ചെടുത്ത ഇസ്ലാം സ്വീകരിക്കുക എന്നത് വളരെ ഭീതികരമായൊരു ഏർപ്പാടായി മനസ്സിൽ തോന്നിപ്പിക്കുവാൻ വേണ്ടി, ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതെന്തോ ഒരു ബേജാറുള്ളൊരു ഏർപ്പാടായി മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിനെക്കുറിച്ച് തൻ്റെ പെൺകുട്ടി എന്തെങ്കിലും വായിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പിതാവിന് മാതാവിന് അത് തടയാൻ ഉള്ള പ്രചോദനം നൽകുന്നതിന് വേണ്ടി എല്ലാം വളരെ സമർത്ഥമായി സൃഷ്ടിച്ചെടുത്ത ഒരു ഓക്സിമോറോൺ മാത്രമാണിത്. അത് തകർക്കേണ്ടത് ആ ഓക്സിമോറോൺ തകർത്തുകൊണ്ടോ അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടോ അല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള ആദർശ പ്രബോധനത്തിന് നാം സന്നദ്ധമായിക്കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഖുദറത്തുള്ള, സ്ഥലം വണ്ടൂരിനടുത്ത് കാട്ടുമുണ്ട. എൻ്റെ ചോദ്യം, ഖുർആനിൽ സകാത്തിൻ്റെ ഭാഗം വിവരിക്കുന്നിടത്തും അതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഅല്ലഫത്തുൽ ഖുലൂബ്, സകാത്ത് നൽകിക്കൊണ്ട് മനസ്സ് ആകർഷിക്കുക, മറ്റുള്ള ആളുകൾക്ക് സകാത്ത് കൊടുത്തുകൊണ്ട് മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ നമ്മൾ മറ്റു മതസ്ഥരെ നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒക്കെ കണ്ടുകൊണ്ട് ഒരു പ്രണയത്തിൻ്റെ രീതിയിലേക്ക് മാറാതെ അവർ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് ജിഹാദിൻ്റെ ഭാഗമാവില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അങ്ങനെ ആരെങ്കിലും ജിഹാദായിട്ട് കണക്ക് കൂട്ടിയാൽ അയാൾക്ക് ശിക്ഷ ലഭിക്കുമോ അതോ സ്വർഗം ലഭിക്കുമോ? ഒന്നാമത്തെ പ്രശ്നം, മുഅല്ലഫത്തുൽ ഖുലൂബിനെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പണം കൊടുത്തിട്ട് ആളെ മുസ്ലിം ആക്കുന്ന ഏർപ്പാടല്ലേ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിൻ്റെ പച്ചയായ ആവിഷ്കാരം. ഇസ്ലാമിൽ പണം കൊടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് മതം എന്ന വീക്ഷണം തന്നെ ഇസ്ലാമിനില്ല. കാരണം മതം എന്നുള്ളത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ എന്താ? മതം എന്നുള്ളത് ജീവിതത്തിൻ്റെ പൂർണ്ണമായ സംസ്കരണമാണ്. അല്ല, മതം എന്നുള്ളത് കൊണ്ട് മറ്റേതെങ്കിലും മതവിശ്വാസികൾ കരുതുന്ന ഒരു തലത്തിലെയല്ല ഇസ്ലാം കാണുന്നത്. മറ്റു മതവിശ്വാസികൾ എന്ന് പറയുമ്പോൾ പൊടി കൊടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യനാക്കാം. എന്താ കാര്യം? എന്താ പ്രശ്നം? എന്താ വ്യത്യാസം? ഇന്നലെ വരെ അയാൾ ആരാധിച്ചിരുന്നത് കാളിൻ്റെ വിഗ്രഹമാണ്, അതിന് പകരം ക്രിസ്തുവിൻ്റെ വിഗ്രഹം എടുത്ത് വെച്ചാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത്തരം മാറ്റത്തിന് ആരാധനാമൂർത്തിയിൽ മാത്രമേ മാറ്റം ഉണ്ടാവണുള്ളൂ. ആ മാറ്റത്തിന് യാതൊരു സാംസ്കാരികമായ അടിത്തറയുമില്ല, ആദർശപരമായ വേരുകളുമില്ല. അതേസമയം ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിലോ ഇങ്ങനെ പറ്റുമോ? ഇല്ല. അന്ന് മുതൽ അയാളുടെ ജീവിതം കംപ്ലീറ്റ് മാറുകയാണ്. അയാളുടെ ജീവിതം പൂർണ്ണമായി മാറുന്നു. അല്ലേ? ജീവിതത്തിന് എല്ലായിടത്തും അടുക്കും ചിട്ടയുമായി ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്ത് ജീവിക്കലായി. അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരാൾക്കല്ലാതെ ആ രൂപത്തിലുള്ള മാറ്റം സാധ്യമല്ല. മനസ്സിൽ നിന്നുണ്ടാവുന്ന ഒരാൾ, മനസ്സിൽ നിന്നല്ലാതെ ആ മാറ്റം കഴിയില്ല. ശരീരം കൊണ്ട് മാത്രമായി അത്തരം ഒരു മാറ്റം സാധ്യമല്ല. അപ്പൊ ആ മാറ്റം കഴിയണമെങ്കിൽ മനസ്സിനകത്ത് മാറ്റം ഉണ്ടാകണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം. എങ്ങനെ? അവരെ യുക്തിദീക്ഷയോടുകൂടി ക്ഷണിക്കണം, ഹിക്മത്തോടുകൂടി ക്ഷണിക്കണം. കൃത്യമായി പ്രമാണങ്ങളെ അവരുടെ ബുദ്ധിക്ക് പറ്റുന്ന രൂപത്തിൽ, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ഷണിക്കണം. സതുപദേശങ്ങൾ വഴി അവരുടെ മനസ്സിൽ മാറ്റമുണ്ടാക്കി ക്ഷണിക്കണം. പിന്നെ നല്ല രീതിയിലുള്ള സംവാദങ്ങൾ വഴിയും ക്ഷണിക്കണം. അല്ലാതെ പണം കൊടുത്ത് ക്ഷണിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞില്ല, ഇടിച്ച് ക്ഷണിക്കണം എന്ന് പറഞ്ഞില്ല, പ്രേമിച്ച് ക്ഷണിക്കണം എന്നൊന്നും പറഞ്ഞില്ല ഖുർആൻ. അപ്പൊ ഇസ്ലാമിലേക്ക് ഒരാൾ വരിക എന്ന് പറയുമ്പോൾ അത് മാനസിക പരിവർത്തനത്തിലൂടെ ഉണ്ടാകേണ്ട ഒരു ഏർപ്പാടാണ്. അത് പണം കൊടുത്താൽ ഉണ്ടാകൂലല്ലോ. പണം കൊടുത്താൽ ഉണ്ടാകുന്ന പരിവർത്തനത്തിന് വല്ല സ്ഥായി ഭാവം ഉണ്ടാകുമോ? 10,000 ഉറുപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരാളെ മുസ്ലിം ആക്കിയാൽ 10,001 ഉറുപ്പ് കൊടുത്താൽ അയാൾ തിരിച്ചു പോകൂലേ? സക്കാത്തെല്ലാം ഒരു കൂട്ടിയിട്ട് നമ്മൾ ഒരാളെ മുസ്ലിം ആക്കാൻ തീരുമാനിച്ചു, അയാളെ മുഅല്ലഫത്തുൽ ഖുലൂബിലും പെടുത്തിയിട്ട് നമ്മൾ നല്ലൊരു എമൗണ്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. വേറെ ആർക്കും ഫണ്ടില്ല, എവിടെ അവരെക്കാട്ടും വലിയ എമൗണ്ട് അടുത്ത് കൊടുത്താൽ അല്ലേ? ഇത് എത്രത്തോളം അടിസ്ഥാനരഹിതാണിത് നോക്കുക നമ്മൾ. എന്നാൽ എന്താണ് മുഅല്ലഫത്തുൽ ഖുലൂബ്? മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ആളുകളെ മനസ്സിനെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ എന്നാണോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണം ചെലവഴിച്ചിട്ടുണ്ടോ? സക്കാത്ത് ചെലവഴിച്ചിട്ടുണ്ടോ? സഹാബിമാർ ചെയ്തിട്ടുണ്ടോ? അതല്ല, ഇസ്ലാമിലേക്ക് അടുത്ത ആളുകളുടെ സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ പഠിക്കുന്നൊരു യാഥാർത്ഥ്യം, ഇസ്ലാമിലേക്ക് മനസ്സടുത്തയാളാണ്, അടുപ്പിക്കലല്ല, അടുത്തയാൾ. മുഅല്ലഫത്തുൽ ഖുലൂബിനാണ് നമ്മൾ കൊടുക്കുന്നത്. ദരിദ്രനാണ് കൊടുക്കുന്നത്, ഫക്കീറിനാണ് കൊടുക്കുന്നത്, മിസ്കീനാണ് കൊടുക്കുന്നത്. ആ മിസ്കീൻ ആകും എന്ന് വിചാരിച്ച ഒരാൾക്കല്ല, ഫക്കീർ ആകും എന്ന് വിചാരിച്ച ഒരാൾക്കല്ല. ഇതേപോലെ മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഇണക്കപ്പെട്ടവർ, ഇസ്ലാമുമായി മനസ്സ് ഇണക്കപ്പെട്ടയാൾ. അയാളുടെ മനസ്സ് ഇണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ആദർശ പ്രബോധനം വഴി. അയാൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, സഹായിക്കണം. ആ പ്രതിസന്ധി തീർന്നാൽ അയാൾ തീർച്ചയായും, ആ പ്രതിസന്ധി മാത്രമായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുവാനുള്ള ഒരു മാർഗതടസ്സമായി നിൽക്കുന്നത്. ചിലപ്പോൾ തീർച്ചയായും സഹായിക്കണം. അവിടെ ആദർശ പ്രബോധനത്തിനല്ല, ആദർശം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യത്തിനു വേണ്ടിയാണ് അവിടെ സഹായം. ഇനി അടുത്ത പ്രശ്നം, ഒരാളുടെ സ്വഭാവമെല്ലാം കണ്ടിട്ട് ഒരാൾ മുസ്ലിം ആകണം എന്ന് വിചാരിച്ചിട്ട് സ്വഭാവം നന്നാക്കിയാൽ അതുവഴി സ്വർഗത്ത് പോകാൻ പറ്റുമെന്നാണ്. സ്വഭാവം നന്നാക്കിയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റും. പക്ഷേ സ്വഭാവം നന്നാക്കുന്ന ഒരാൾ കാണാൻ വേണ്ടിയാണെങ്കിൽ, ഒരു കാര്യം സൽക്കർമ്മമാകണമെങ്കിൽ 3 നിബന്ധനകളുണ്ട്. അതിൽ അവസാനത്തെ നിബന്ധന ഇഖ്ലാസാണ്. നമ്മളുടെ സ്വഭാവം നന്നാക്കുന്നതും നമ്മുടെ കർമ്മം നന്നാക്കുന്നതും നമ്മുടെ വിശ്വാസം നന്നാക്കുന്നതും നമ്മുടെ ജീവിതമാർഗം നന്നാക്കി തീർക്കുന്നതുമെല്ലാം ആളുകൾ നമ്മളെ നല്ലത് എന്ന് കരുതുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ നമ്മളിൽ പ്രീതിപ്പെടുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ പ്രീതിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം കണ്ടിട്ട് ചിലപ്പോൾ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചേക്കാം. അതല്ലാതെ അയാളെ കാട്ടാൻ വേണ്ടി നമ്മൾ നന്നായാൽ അയാൾ ചിലപ്പോൾ കണ്ടിട്ട് മുസ്ലിം ആകൂല, പടച്ചോൻ്റെ അടുത്ത് നമുക്ക് കൂലിയും കിട്ടൂല. കാരണം അയാൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്.
നമ്മളുടെ ചെയ്തികളുടെ മുഴുവൻ ഇസ്ലാമികമായ സൽക്കർമ്മങ്ങളുടെ മുഴുവൻ ആത്മാവ് ആ സൽക്കർമ്മങ്ങൾക്ക് ഭൗതികമായ പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. നമ്മൾ മാതൃകാപരമായ ജീവിതം നയിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് മാതൃകയായിട്ട് നമ്മളിങ്ങനെ ആ ജനങ്ങളെല്ലാം നല്ല മനുഷ്യനായിട്ട് അയാളെന്ന് പറയിപ്പിക്കുന്ന ജീവിതം വേണമെന്നല്ല. ജനങ്ങൾ ചിലപ്പോൾ ചീത്ത മനുഷ്യന് നന്നായി ജീവിച്ചാലും പറഞ്ഞേക്കാം. ജനങ്ങൾ ചിലപ്പോൾ നമ്മളെ വിമർശിച്ചേക്കാം, നമ്മളെ എതിർത്തേക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ, എൻ്റെ മനസ്സും ശരീരവും അറിയാവുന്ന തമ്പുരാൻ, എൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് അറിയുന്ന തമ്പുരാൻ, അവൻ്റെ മുന്നിൽ ഞാൻ നല്ലവനാണ്. എൻ്റെ കർമ്മം ചെയ്യുമ്പോൾ, ഓരോ സൽക്കർമ്മം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ അതാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ സൽക്കർമ്മം സ്വാഭാവികമായിട്ട് നമ്മളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. ആ ജീവിത വിശുദ്ധി കണ്ട് ചിലപ്പോൾ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടും. ആ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പ്രതിഫലവും കിട്ടും. പക്ഷേ ഇവിടെ ചെയ്യുന്നത് അവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അതുവഴി മാത്രമേ യഥാർത്ഥത്തിലുള്ള ആകർഷണം ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്ന കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു നമ്മൾക്ക്. അവരാരും ഇതുവരെ ആരെങ്കിലും ആകർഷിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഏതായിരുന്നാലും അല്ല, ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞാണ്ട് നടന്നിരുന്ന കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ ആ പണിയെടുക്കണമെന്ന് പറയുന്ന പണി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ആരെയെങ്കിലും ആ പണിയെടുത്തിട്ട് ആകർഷിച്ചത് നമ്മളാരും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഏതായിരുന്നാലും ചെയ്യേണ്ടത് നാം മുസ്ലിമായി ജീവിക്കുകയാണ്. ആ മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം തന്നെ ഈ ആദർശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ സ്വാഭാവികമായും മാറ്റം ഉണ്ടാകാം. ആ മാറ്റം അതിൻ്റെ കോംപ്ലിമെൻ്റാണ്, അതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സാലിഹ് മാളിയേക്കൽ, പുതിയങ്ങാടിയാണ്. ഇവിടെ ജിഹാദുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ലോകത്ത് ഇസ്ലാമിന് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് വേണ്ടി സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയ പ്രഥമ ഫൈസൽ അവാർഡ് നേടിയ ലോകപ്രശസ്ത പണ്ഡിതനാണ് അബുൽ അഅ്ല മൗദൂദി. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് ഈ രാജ്യത്ത് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം യുവത അക്രമത്തിലേക്കും സായുധ സമരത്തിലേക്കും പോയതായിട്ടുള്ള കണക്കുകളുണ്ടോ? ഈ കണക്കുകൾ കേരള കൗമുദിയും കലാകൗമുദിയും പറയുന്ന പോലെയുള്ള കണക്കുകളാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അതോടൊപ്പം തന്നെ അദ്ദേഹം എഴുതിയ, ആ മഹാനായ പണ്ഡിതൻ എഴുതിയ ഈ ജിഹാദ് എന്ന പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണമെന്ന ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ ചോദ്യം അവസാനിപ്പിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തിൻ്റെ ചോദ്യം, ലോകത്ത് അബുൽ അഅ്ല മൗദൂദി, പണ്ഡിതനായ അബുൽ അഅ്ല മൗദൂദി, സൗദി ഗവൺമെൻറ് ഫൈസൽ അവാർഡ് നൽകി ആദരിച്ച അബുൽ അഅ്ല മൗദൂദി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ആരെങ്കിലും കലാപത്തേക്ക് പോയിട്ടുണ്ടോ? ആ കണക്കുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ? അങ്ങനത്തെ വല്ല കണക്കുണ്ടോ എന്നല്ല. ഇവിടെ വളരെ വിശദമായി പഠിക്കേണ്ട കുറേ വിഷയങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ അബുൽ അഅ്ല മൗദൂദിയുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ വിവരവും ഫൈസൽ അവാർഡും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ തീരെ അപ്രസക്തമാണ്. സൗദി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അവാർഡ് എന്നത് ഒരാളുടെ പാണ്ഡിത്യത്തെയോ ഒരാളുടെ ഔന്നത്യത്തെയോ അളക്കുവാൻ പര്യാപ്തമൊന്നുമല്ല. സൗദി ഗവൺമെൻറ് അവാർഡ്, ഫൈസൽ അവാർഡ് എന്ന അവാർഡ് സൗദി ILA ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അതിൽ ഓരോന്നിനും ഓരോ ലക്ഷ്യങ്ങളുമായിട്ടാണ് കൊടുക്കുക. സൗദി ഗവൺമെൻറ് ഫൈസൽ അവാർഡ് കൊടുത്ത ആളാണ് റജാ ഗരോഡി. അയാൾ അവസാനം ഇവിടെ എത്തിയത് എന്നുള്ളത് നമ്മൾ അറിയുന്നതാണ്. സൗദി ഗവൺമെൻറ് ഫൈസൽ അവാർഡ് കൊടുത്ത അതേപോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് അവാർഡ് എന്നുള്ളത് ഒരാളുടെ വലുപ്പത്തെയോ ചെറുപ്പത്തെയോ നിർണ്ണയിക്കുന്നില്ല. ആ വലുപ്പം അവാർഡില്ലെങ്കിലും ഒരാൾക്ക് വലുപ്പമുണ്ടെങ്കിൽ ആ വലുപ്പം നമ്മൾ അംഗീകരിക്കേണ്ട തന്നെ അവാർഡല്ല ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്നർത്ഥം. നമ്മുടെ മൗലാന മൗദൂദിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ മൗദൂദി സാഹിബിൻ്റെ ജിഹാദ് എന്ന ഗ്രന്ഥമാണെങ്കിലും, മൗദൂദി സാഹിബിൻ്റെ ഖുതുബാത്ത് എന്ന ഗ്രന്ഥമാണെങ്കിലും, മൗദൂദി സാഹിബിൻ്റെ തെഹ്രീഖ് ആസാദ് ഹിന്ദ് ഔർ മുസൽമാൻ എന്ന ഗ്രന്ഥമാണെങ്കിലും, മൗദൂദി സാഹിബിൻ്റെ സിയാസി കശ്മകഷ് എന്ന ഗ്രന്ഥമാണെങ്കിലും, മൗദൂദി സാഹിബിൻ്റെ മറ്റ് ഗ്രന്ഥങ്ങളാണെങ്കിലുമെല്ലാം
അതിലൊരു അടിസ്ഥാനപരമായ ഒരു 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 സന്ദേശമുണ്ട്. ആ സന്ദേശം ഇസ്ലാം വിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ വിമർശിച്ച പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ സന്ദേശം മൗദൂദി സാഹിബിൻ്റെ കാലഘട്ടത്തിൻ്റെ സ്വാഭാവികമായ സൃഷ്ടിയായിരുന്നു. അവിടെയാണ് ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയല്ലാതെ സ്വന്തമായ സാഹചര്യത്തിനനുസരിച്ച് അവയെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടം. ആ അപകടം എന്താണെന്ന് വെച്ചാൽ, മൗദൂദി സാഹിബ് അന്നത്തെ ഒരവസ്ഥയിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യ സ്വതന്ത്രമാവുകയാണെങ്കിൽ എന്ത് വേണം എന്നുള്ള ചോദ്യത്തിന് അവിടെ മുന്നിലുണ്ടായിരുന്ന 2 ഉത്തരങ്ങളായിരുന്നു. ഒന്നാമത്തെ ഉത്തരം ദേശീയ ജനാധിപത്യം എന്ന ഉത്തരമായിരുന്നു. രണ്ടാമത്തെ ഉത്തരം കമ്മ്യൂണിസത്തിൻ്റെ തണലിൽ വളർന്ന സോഷ്യലിസം എന്ന ഉത്തരമായിരുന്നു. ഈ സോഷ്യലിസത്തിനും ദേശീയ ജനാധിപത്യത്തിനും മധ്യേ ഉള്ള ഒരു ആദർശമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും ആ ഇസ്ലാമിനെ കമ്മ്യൂണിസത്തിന് ബദലായി കാണാൻ വേണ്ടി, കമ്മ്യൂണിസത്തിന് ബദലായി അവതരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്തു. അതാണ് അതിൽ ഏറ്റവും വലിയ അപകടം. ആ അപകടത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായത് അദ്ദേഹം കൊണ്ട് ആരെങ്കിലും ഭീകരവാദികളായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ വസ്തുനിഷ്ഠമായി വേറെ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഏറ്റവും വലിയ അപകടമായി വിമർശകന്മാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനമാണ് ഒരു മുസ്ലിമിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനം അത് യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച രീതിയുടെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായ വീക്ഷാഗതിയിലൂടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ മൗദൂദി സാഹിബിൻ്റെ വീക്ഷണങ്ങളെ സ്വീകരിച്ച ഗ്രൂപ്പുകൾ അത് വളരെ പച്ചയായി തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. അത് എന്ത് നിഷേധിച്ചാലും അടിസ്ഥാനപരമായി മൗദൂദിയൻ ചിന്തകളെ, മൗദൂദി സാഹിബിൻ്റെ ചിന്തകൾ തന്നെയാണ് കേരളത്തിലുണ്ടായിരുന്ന സിമിയുടെ, ഇന്ത്യയിലുണ്ടായിരുന്ന സിമിയുടെ അടിസ്ഥാന ചോദകമായി വർത്തിച്ചത്. ആ സിമിയുടെ ചിന്തകളെ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഒരൽപ്പം ഷിയ തഖിയ്യത്തോടുകൂടി ഷിയാക്കളുടെ സത്യം പുറത്ത് പറയാതിരിക്കുക എന്ന തഖിയ്യത്തോടുകൂടി രംഗത്ത് വന്ന പാർട്ടിയാണ് NDF എന്നും എല്ലാവർക്കും അറിയാം. ഇവിടെ അതേപോലെ തന്നെ അതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്യുന്നത് എന്ത്, അത് ശരിയോ, അതെല്ലാം വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തായിരുന്നാലും ഇവിടെയെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായി ലോകത്ത് ഉയർന്നു വരുന്ന മുസ്ലിം ഭീകരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി മുസ്ലിമിൻ്റെ ലക്ഷ്യം അത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനമാണ് എന്ന ധാരണ പിശകിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ധാരണ പിശകിന് സയ്യിദ് അബുൽ അലാ മൗദൂദിയുടെയും സയ്യിദ് ഹസനുൽ ബല്ലയുടെയും അതേപോലെ തന്നെ പിന്നെ സയ്യിദ് ഖുത്തുബിൻ്റെയും എല്ലാം രചനകൾ നിമിത്തമായിട്ടുണ്ട് എന്നുള്ളത് ആണ് ആ വിഷയങ്ങളെ വിമർശനാത്മകമായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇത് നമ്മുടെ മാത്രമല്ല, ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയ കമ്മീഷനുകളും മറ്റുമെല്ലാം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. അതെല്ലാം ശരിയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ രചനകൾ പച്ചയായി കാണുന്നുണ്ട് നമ്മുടെ മുന്നിൽ. ആ രചനകൾ സുഹൃത്ത് പറഞ്ഞ പോലെ ജിഹാദിനെ പോലെയുള്ള ഖുതുബാത്തിനെ പോലെയുള്ള രചനകൾ വായിച്ചാൽ തന്നെ അതിന് സൗന്ദര്യമുണ്ട് എന്നത് സത്യം. സൗന്ദര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ശരിയായിക്കൊള്ളണമെന്നില്ല. സൗന്ദര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം സത്യമായിക്കൊള്ളണമെന്നില്ല. സൗന്ദര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് യാഥാർത്ഥ്യത്തിലേക്ക് നയിക്കുന്നതായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പച്ചയായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ നമുക്ക് വരച്ച് കാണിക്കുന്ന ഇസ്ലാമിനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. അതല്ലാതെ നമ്മളുടെ ഇച്ഛക്കും നമ്മളുടെ ഇഷ്ടത്തിനും നമ്മുടെ സാഹചര്യത്തിനും അനുസരിച്ചുള്ള ഇസ്ലാമിനെയല്ല. അതാണ് നമ്മൾ ഈ കാര്യത്തിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഈ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് ശംസുദ്ദീൻ പാലത്ത് കൂടുതൽ വിശദീകരണങ്ങൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ സ്വർഗ്ഗലോകത്ത് നമ്മൾ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
ബഹുമാന്യനായ ചോദ്യകർത്താവ് ജിഹാദ് വായിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജിഹാദിൻ്റെ ഒരു വിവർത്തനം ഈ കാലഘട്ടത്തിനിടയിൽ ആരെങ്കിലും പുറത്തിറക്കിയിട്ടുണ്ടോ മലയാളത്തിൽ? ഇതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അബുൽ ആല മൗദൂദി രചിച്ച ജിഹാദ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതിൻ്റെ വിവർത്തനം കേരളത്തിൽ കിട്ടാനില്ല. IPH ഒരു സംഗതി പുറത്തിറക്കിയിട്ടുണ്ട്. അത് അബുൽ ആല മൗദൂദി പുറത്തിറക്കിയതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയാവുന്ന വണ്ണം. അതിൻ്റെ വിമർശനം മുജാഹിദുകൾക്കല്ല. അത് അബുൽ ആല മൗദൂദിയുടെ ആദർശം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പോലെ, NDF പോലുള്ള പ്രസ്ഥാനങ്ങൾ. അവരാണ് ആ പരാതി ഉന്നയിച്ചത്. അബുൽ ആല മൗദൂദി എഴുതിയ ജിഹാദ് എവിടെ? കുറേ കാലം മുമ്പ്, 2 വർഷങ്ങൾക്കപ്പുറം തേജസ്സിലൊരു പരസ്യം കണ്ടിരുന്നു. ജിഹാദിൻ്റെ വിവർത്തനം പുറത്തിറങ്ങാൻ പോകുന്നു. ഒരു കുതിരപ്പുറത്ത് ഒരു ഭടൻ്റെ ഒരു നിഴൽ ചിത്രമൊക്കെ കൊടുത്ത് പരസ്യമാണ് ഇറക്കാൻ പോകുന്നത്. തേജസ് പബ്ലിക്കേഷൻ എന്താ ഇറക്കുന്നത്? അബുൽ ആല മൗദൂദിയുടെ ജിഹാദിൻ്റെ വിവർത്തനം. നമ്മളത് കാത്തിരുന്നു. കാരണം ഒരു മുസ്ലിം എന്നാൽ ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടിയാണ്, അന്താരാഷ്ട്ര വിപ്ലവ സംഘടനയാണ്. ഇസ്ലാമികമല്ലാത്ത ഏതു ഭരണകൂടത്തെയും അടിയോടെ നശിപ്പിച്ച് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ജോലിയാണ് ഒരു മുസ്ലിമിന് ഒന്നാമതായി നിർവഹിക്കേണ്ടത്. അത് നേടുന്നതുവരെ ഒരു മുസൽമാൻ്റെ വാളുറയിൽ പോകാൻ പാടില്ല എന്ന ആ സന്ദേശം അതൊന്നും മലയാളത്തിൽ വരുമല്ലോ. കാലങ്ങൾ ഇത്ര കഴിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച് അരനൂറ്റാണ്ട് കഴിഞ്ഞ് 60 വർഷത്തിൻ്റെ അടുത്തെത്തിയിട്ട് പോലും മൗദൂദിയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു കൃതിയെ തനതായ രൂപത്തിൽ ഇന്നോളം വിവർത്തനം ചെയ്തിരുന്നില്ല. പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് പിറ്റേന്ന് തന്നെ പൂട്ടേണ്ടി വരും. അപ്പോൾ തേജസ് ഇത് ഇറക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ജമാഅത്ത് ഇടപെട്ടത്. മൗദൂദിയുടെ പുസ്തകം വിവർത്തനം ചെയ്യാനും പ്രസിദ്ധീകരിക്കാനും അവകാശമുള്ള IPH അത് അവർ പ്രസിദ്ധീകരിക്കുന്നു എന്ന ലേബലിൽ അതിന് ഒരു ഒറിജിനൽ വിവർത്തനം വരാൻ പോകുന്നത് മുടക്കിയിട്ടുണ്ട്. തേജസ്സുകാർക്ക് അത് ഇറക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അത് IPH ഇറക്കി. IPH ഇറക്കിയപ്പോൾ യഥാർത്ഥ വിവർത്തനമല്ലെന്ന പരാതി മൗദൂദിസ്റ്റുകൾക്ക് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി വളർത്തിയെടുത്ത സെമിയുടെ പിന്നീട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായി മാറിയവർക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു മൗലികമായ വിവർത്തനം സുഹൃത്തിന് എവിടെ കാണിക്കാൻ പറ്റുന്നില്ല. 1. 2, ഫൈസൽ അവാർഡ് നേടിയ ഒരു മഹാനുണ്ട്, പേര് അബുൽ ഹസൻ അലീൽ ഹസൻ നദ്വി. അബുൽ ആല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ച കാലത്ത് മൗദൂദിയുടെ കൂടെ അതിൻ്റെ രൂപീകരണത്തിൽ പങ്കെടുത്ത പ്രഗത്ഭനായ പണ്ഡിതൻ. അബുൽ ആല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത ആദ്യ യോഗത്തിൽ 75 ഇന്ത്യ രാജ്യത്തെ പ്രഗത്ഭരായ അറിയപ്പെടുന്ന പണ്ഡിതന്മാർ പങ്കെടുത്തു. സൗദി അറേബ്യയിൽ നിന്ന് ഫൈസൽ അവാർഡ് നേടിയ പണ്ഡിതനായ അബുൽ ആല മൗദൂദിയെ പോലെ കേവലം എഴുത്തുകാരനായ ഒരാളല്ല, പണ്ഡിതനായ ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള അലി മിയാൻ ഒരു ചോദ്യം ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചവരൊക്കെ എവിടെ? അതിൻ്റെ ആദ്യകാലത്ത് ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോലും കൂടെയില്ല. മൗദൂദി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് പിന്നീട് പേര് പരാമർശിക്കപ്പെടാൻ മാത്രം യോഗ്യതയുണ്ടായിരുന്ന ആ മതരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവായിരുന്ന മൻലൂർ നൊമാനി ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. മൗദൂദിക്ക് സാത്ത് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിന് മുഖവുര എഴുതിയത് ഫൈസൽ അവാർഡ് നേടിയ അലി മിയാനാണ്. അദ്ദേഹം അതിൽ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ചിരിക്കുന്ന ദുർഗതി ലോകത്തെവിടെയും ഒരു സംഘടനയ്ക്കും സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. എന്താണ് ആ ദുർഗതി? ഒരു പ്രസ്ഥാനം രൂപീകരിക്കാൻ കൂടിയ മുഴുവൻ പണ്ഡിതന്മാരും എന്ന് പറയാവുന്ന, അതും പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പടുക്കളായ പണ്ഡിതന്മാർ ഒന്നടങ്കം രാജിവെച്ചു പോകുന്ന ഒരു ദുർഗതി ഒരു പ്രസ്ഥാനത്തിനും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇത്രത്തോളം പറഞ്ഞു, പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുപോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. വിട്ടുപോകുന്ന ആളുകൾ പിന്നീട് ആ പ്രസ്ഥാനത്തിനെതിരെ മറ്റു സംഘടനകൾ രൂപീകരിക്കുക എന്നുള്ളതും ലോകത്ത് പലയിടത്തും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഫൈസൽ അവാർഡ് നേടിയ അലി മിയാൻ പറയുന്നത്. എന്തു പറയുന്നു? എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ചതുപോലെ ഒരു ദുർഗതി, ഇത്രയും വലിയൊരു കൊഴിഞ്ഞുപോക്ക്, അതിൽ നിന്ന് കൊഴിഞ്ഞുപോയ 30 ആളുകൾ ഞങ്ങളെന്തുകൊണ്ട് ജമാഅത്ത് വിട്ടു എന്ന് വ്യക്തമാക്കി ആ ഗ്രന്ഥം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി പ്രബോധനമാണ്. അബുൽ ആല മൗദൂദി പ്രബോധന രംഗത്ത് നിന്ന് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുപോയി. നമ്മൾ വിധികർത്താക്കളല്ല,
മറിച്ച് പ്രബോധകരാണ്. ദുആത്ത് ലാ ഖുദാത്ത് എന്ന പുസ്തകം എഴുതി മൗദൂദിയുടെ കൂടെ ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കാൻ ഒരുങ്ങിയിരുന്ന ഹസൻ ഹുലൈബി. അതേപോലെ മൗദൂദി കെ സാത്ത് എന്ന പുസ്തകത്തിൽ ഞങ്ങൾ മൗദൂദി മുസ്ലിം ജനസാമാന്യത്തിനൊരു സംഘടിത രൂപം നൽകുകയും അവർക്കൊരു ദിശാബോധം നൽകുകയും ചെയ്യുമെന്ന് കരുതി കൂടെ കൂടിയപ്പോൾ അധികാരമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും അധികാര സ്ഥാപനമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞ് ഞങ്ങൾ അതിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് കൃത്യം കാരണം ബോധ്യപ്പെടുത്തി. മൗദൂദി ആദ്യം വെളിപ്പെടുത്താത്ത ഒരു ആശയമാണ് ഹുക്കുമത്തെ ഇലാഹിയുടെ മതരാഷ്ട്ര ആശയമായി ഷിയായിസത്തിൻ്റെ ഇമാമത്തുമായി അഭേദ്യബന്ധമുള്ള ആശയമായി അവതരിപ്പിച്ച് തിരിച്ചറിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു തന്ത്രത്തിൽ ഒരു അവാർഡ് സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ പിൻബലത്തിൽ ഒരാളുടെ യോഗ്യത കണക്കാക്കുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമാണ്, ലളിതമായി പഠിക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രമാണബദ്ധമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിൻ്റെ മാതൃകയിൽ ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കാവുന്ന രൂപത്തിൽ ഒരു സംഘത്തെ ഇവിടെ വിട്ടേച്ചു പോയിട്ടുണ്ട്. ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അവർ ഹിദായത്തിലാകും. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? സ്വഹാബികളോടാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 137 ആയത്ത്. അവിടെ കാണാം, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെയാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നതെങ്കിൽ അവർ ഹിദായത്തിലാകും. വൈൻ തവല്ലൗ ഫഇന്നമാഹും ഫീ ശിഖാഖ്. അവർ പിന്തിരിയുകയാണെങ്കിൽ, സ്വഹാബികൾ സ്വീകരിച്ച ആദർശത്തിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ കക്ഷിത്വത്തിലകപ്പെടും. അപ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ തിരിച്ചറിയാനുള്ള വഴി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബികൾ ഗ്രഹിച്ചതുപോലെ ഗ്രഹിക്കണം. ഖുർആനാണ് പറയുന്നത്. അവരെ അള്ളാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അവരുടെ മാർഗത്തിനെതിരായ ഒരു മാർഗം സ്വീകരിച്ചാൽ നരകത്തിൽ പോകേണ്ടി വരുമെന്ന് സൂറത്തു നിസായിൽ 115 ആയത്തിൽ കാണാം. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ, താബികൾ, തബൗ താബിയങ്ങൾ ഇവരാണ് സലഫുകൾ എന്നറിയപ്പെടുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾ. ഈ സലഫി മാർഗത്തിലൂടെ, അതായത് പൂർവികരായ സ്വഹാബികളുടെയും താബിയങ്ങളുടെയും തബൗ താബിയങ്ങളുടെയും മാർഗത്തിലൂടെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനിൻ്റെ മാതൃകയാണ് എന്ന് വിശേഷിപ്പിച്ച പൂർവസൂരികളുടെ മാർഗത്തിലൂടെ ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയാൽ തികച്ചും തീവ്രവാദരഹിതമായ ശരിയായ ഇസ്ലാമിൻ്റെ ആദർശ ബന്ധിതമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും, അത് പരിചയപ്പെടുത്താൻ കഴിയും. എന്നാൽ അബുൽ ആല മൗദൂദി ചെയ്തത് സ്വഹാബികളെ ആക്ഷേപിക്കുന്ന ഷീസവുമായി കൂട്ടുപിടിക്കുകയും അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷവും ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത, യഥാർത്ഥ ഖുർആനിനെ അംഗീകരിക്കാത്ത, നിലവിലുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അമേരിക്കുന്ന സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം അടക്കമുള്ള ഗ്രന്ഥങ്ങളിലെ ഹദീസുകളൊന്നും അംഗീകരിക്കാത്ത, ആ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബികൾ കാഫറാണെന്ന് വിശ്വസിക്കുന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കം താഗൂത്തും ജിബ്തുമാണ് എന്ന കുഫറിൻ്റെ വാചകം ഉരുവിട്ട് അത് പ്രഖ്യാപിച്ചിട്ടുള്ള ഖുമൈനി, ആ ഖുമൈനിയാണ് ഇസ്ലാമിക ആദർശത്തിൻ്റെ ശരിയായ വക്താവ് എന്നാണ് മൗദൂദി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് 100% ഇസ്ലാമിക വിപ്ലവമാണ് എന്ന് ഈ ഷിഈ വിപ്ലവത്തെക്കുറിച്ച് ഇസ്നാ അശരി ചിന്താഗതിയെ, ഖുർആനിനെ തള്ളുന്ന, ഹദീസിനെ തള്ളുന്ന ചിന്താഗതിയെ സംബന്ധിച്ച് അബുൽ ആല മൗദൂദി അതിനെ ഇസ്ലാമികമായി അവതരിപ്പിച്ചിട്ടുള്ളത്. മൗദൂദി മാത്രമല്ല, അന്നു മുതൽ ഇന്നോളം മൗദൂദിസ്റ്റുകൾ ഖുർആനിനെയും സുന്നത്തിനെയും തകർക്കാൻ, നേർക്ക് നേരെ അതിനെ ആശയപരമായി നേരിടാൻ കഴിയാത്തതുകൊണ്ട് സമൂഹത്തിനിടയിൽ അതിൻ്റെ ആശയങ്ങളെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ച, ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് വന്ന ജൂതൻ ഇബ്നു സബ രൂപം കൊടുത്ത ഷിയായിസം, ആ ഷിയായിസത്തിൻ്റെ ആദർശത്തിലേക്ക് ചായ്വ് പ്രകടിപ്പിച്ച് ആ ഷിയാക്കൾ തികച്ചും ഷിയായിസത്തിനു വേണ്ടി ജീവിക്കുകയും അതിനുവേണ്ടി തൂലികയേന്തുകയും ശ്രമിച്ചിട്ടുള്ള ഖുമൈനിയും അലി ശരീഅത്തിയും അടക്കമുള്ള ആളുകളുടെ കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്, അതേപോലെ തന്നെ വിതരണം നടന്നത്, അത്തരം ഗ്രന്ഥങ്ങൾക്ക് അവതാരിക എഴുതി കൊടുത്തത്, അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തിയത് മൗദൂദിസ്റ്റുകളായിരുന്നു. മൗദൂദി കേരളത്തിലെ മൗദൂദി നേതാക്കന്മാരുടെ മുഖവുരയോടും ആശീർവാദത്തോടും കൂടിയാണ് ഇന്നും IPH അടക്കമുള്ള പ്രസാധനാലയങ്ങളാണ് സ്വഹാബികളിൽ കുഫർ ആരോപിക്കുന്ന, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ ദീനാറ് വാങ്ങി കള്ള ഹദീസുകൾ ഉണ്ടാക്കുന്നവരാണ് എന്നുള്ളത് ഒരടിക്കുറിപ്പ് പോലും കൊടുക്കാതെ കുറ്റബോധത്തോടുകൂടി ആ രൂപത്തിൽ അത്തരം തെറ്റായ പ്രചാരണം, അതായത് ഷിയാക്കൾ എന്ന് പറയുന്നത് അതുപോലെ സ്വഹാബികളെ ആക്ഷേപിക്കുക, ഇങ്ങനെ സ്വഹാബികളെ ആക്ഷേപിച്ച്
പിൽക്കാലത്തെങ്ങാനും വന്ന കേവലം ഒരു രാഷ്ട്രീയ ജീവി, ചെറുപ്പകാലത്ത് മാർക്സിയൻ പ്രത്യയശാസ്ത്രങ്ങളുമായി നടന്ന ഒരു എഴുത്തുകാരൻ, ഇസ്ലാമിൻ്റെ വിജ്ഞാന ശകലങ്ങളെക്കുറിച്ചോ ഉസൂലുകളെക്കുറിച്ചോ അടിസ്ഥാനപരമായി പഠിക്കാൻ ഒരിക്കലും അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരാൾ, അറബി ഭാഷയിൽ 10 വരെയുള്ള ഒരു ലഘുലേഖ പോലും എഴുതിയിട്ടില്ലാത്ത ഒരാൾ, അറബി ഭാഷയിൽ ഒരു 5 മിനിറ്റ് പോലും ഫൈസൽ അവാർഡ് വാങ്ങിയ വേളയിൽ പോലും സംസാരിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരാൾ, പടുക്കളായ പ്രഗത്ഭരായ പൂർവ്വസൂരികളായ അനേക പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെല്ലാം ഒരുപോലെ പ്രചരിപ്പിക്കുന്ന അഹ്ലുസുന്നത്തിൻ്റെ ആദർശങ്ങളെ തമസ്കരിക്കുകയും അഹ്ലുസുന്നത്തിനെ തകർക്കാൻ വേണ്ടി സ്വഹാബികളെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതപ്പെട്ട ലേഖനങ്ങളെയും ചിന്തകളെയും ഗ്രന്ഥങ്ങളെയും അതെടുക്കുകയും അതിനെ അഹ്ലുസുന്നത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ പുസ്തകം വായിക്കണമെന്ന് പറയാൻ അഹ്ലുസുന്നത്തിനെ സ്നേഹിക്കുന്ന, പ്രമാണങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് സാധിക്കുകയില്ല. മാത്രവുമല്ല, അത് തനതായ രീതിയിൽ അത്തരം ഗ്രന്ഥങ്ങളെ, മൗദൂദിയുടെ മാസ്റ്റർ പീസ് ഗ്രന്ഥങ്ങൾ, തഫീമാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളുണ്ട്, തജ്ദീദ് ഇഹ്യാഉദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ ഇത്തരം തികച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ദാറുൽ ഹർബാണെന്നും അവിടെ യുദ്ധം ചെയ്യൽ മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്നും ബോധ്യപ്പെടുത്തുന്ന ഇഖ്വാനിയൻ ആദർശങ്ങൾ പരിചയപ്പെടുത്തുന്ന കൃതികൾ തനതായ രൂപത്തിൽ വിവർത്തനം ചെയ്യാൻ മൗദൂദിസ്റ്റുകൾക്ക് ശരിയായ രൂപത്തിൽ സാധിക്കുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. പിന്നെയുള്ളത് പുകമറകളാണ്. ജനങ്ങൾക്ക് അതുകൊണ്ട് പറഞ്ഞ ആദർശങ്ങളെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നിഗൂഢമായി അത് നടപ്പാക്കാൻ മനുഷ്യാവകാശത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും മുഖംമൂടി അണിയുകയും ചെയ്തുകൊണ്ട് നേർക്ക് നേരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ അപകടകരമാണ് അതിന് മനുഷ്യാവകാശത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് അതിൻ്റെ പേരിൽ സംഘടിച്ചു വരുന്ന യുവാക്കളെ ആസൂത്രിതമായി തീവ്രവാദത്തിൻ്റെയും മതരാഷ്ട്ര അജണ്ടയുടെയും അതേപോലെ തന്നെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെയും വക്താക്കളായി മാറ്റുക. പിന്നെ സുഹൃത്ത് പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വല്ല കണക്കും രേഖപ്പെടുത്താൻ കഴിയുമോ എന്നാണ്. ലോകത്ത് എവിടെ തീവ്രവാദമുണ്ടോ ആ തീവ്രവാദത്തിൻ്റെ പിറകിലെല്ലാം ഈ മതരാഷ്ട്ര ചിന്തയുണ്ട്. ഹാക്കിമിയത്തെ ഇലാ ഹുക്കൂമത്തുൽ ഇലാഹിയ, അൽ ഹുക്കൂമത്തുൽ ഇലാഹിയ, ലാ ഹക്കിമ ഇല്ലല്ലാ ഇനിൽ ഹുക്കും ഇല്ലാ ലില്ലാ എന്നിങ്ങനെ തുടങ്ങിയ ഈ ഹാക്കിമിയത്തുള്ള സിദ്ധാന്തത്തിൻ്റെ പിൻബലമില്ലാത്ത തീവ്രവാദ ചലനം ഇസ്ലാമിൻ്റെ ലേബലിൽ ഇന്ന് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഇഖ്വാനി സഹയാത്രികൻ തന്നെയായ ഫഹ്മി ഹുവൈദിയാണ്. അദ്ദേഹം പ്രബോധനത്തിൽ അദ്ദേഹത്തെ ലേഖനങ്ങൾ സ്ഥിരമായി വിവർത്തനം ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഫഹ്മി ഹുവൈദി അദ്ദേഹത്തിൻ്റെ അൽ ഖുർആൻ വസ്സുൽത്താൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ലോകത്തുടനീളം ഇന്നറിയപ്പെടുന്ന, നേരത്തെ പറഞ്ഞ അൽ ഖായിദ അടക്കം, ലഷ്കർ ഇ തൊയ്ബ അടക്കം ഉള്ള ഇസ്ലാമിൻ്റെ പേരിൽ കാണുന്ന തീവ്രവാദ ചലനങ്ങളെ പരിശോധിച്ചാൽ നമുക്കത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. ആരാണ് ഉസാമ ബിൻ ലാദൻ? ഉസാമ ബിൻ ലാദൻ ആരാണ് എന്നറിയണമെങ്കിൽ ഇന്ന് ഈ മൗദൂദിസ്റ്റുകളായ ആളുകൾ പോലും അദ്ദേഹം സലഫിയാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു. എന്നാൽ IPH പുറത്തിറക്കിയ ഇസ്ലാമിക വിജ്ഞാനകോശത്തിൻ്റെ 7ാം വോള്യത്തിൽ ഉസാമയെ പരിചയപ്പെടുത്തുന്ന ദീർഘമായ ലേഖനത്തിൽ കൃത്യമായി അദ്ദേഹം പഠനകാലത്ത് തന്നെ സലഫി ആദർശത്തോട് യോജിക്കാൻ കഴിയാത്തത് കൊണ്ട് സൗദി അറേബ്യ വിട്ടുപോയ ആളാണ് എന്നും ഇഖ്വാനുൽ മുസ്ലിമീനിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നും തികഞ്ഞ ഈ മൗദൂദിയൻ ആശയങ്ങളെ സ്നേഹിക്കുകയും മൗദൂദിയൻ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ ശിഷ്യന്മാരായി കഴിയുകയും ചെയ്തിട്ടുള്ള ആളാണ് എന്നും വ്യക്തമാക്കിയ രേഖ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്. പോരെ രേഖ? അൽ ഖൈദ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സുഹൃത്തിന് പരിചയപ്പെടുത്തേണ്ടതുണ്ടോ? അതേപോലെ തന്നെ ലോകത്തുടനീളമുള്ള ഈ വളണ്ടിയർ കോർ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതുണ്ടോ? ആ തീവ്രവാദികളുടെ ലഘുലേഖകളിലും ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാനും പ്രേരിപ്പിക്കാനും അവർ ശ്രമിക്കുന്ന ആശയങ്ങളിലും അല്ലാതെ സ്വന്തം ആദർശം ഇന്നും പറയാൻ സമയമായോ ഇല്ലേ എന്ന് കരുതി പറഞ്ഞത് മുഴുവൻ അത് ഒരിക്കലും പ്രചരിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ തികച്ചും വിരുദ്ധമായ പ്രവർത്തന തലത്തിൽ വിരുദ്ധമായ ഒരു തലത്തിൽ ആശയക്കുഴപ്പത്തിൽ തലതല്ലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമല്ലാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ഷിർക്കും കുഫറുമായി സഹകരിക്കുന്നത് ഇസ്ലാമിക പ്രവർത്തനമായി കണ്ടുപോരുന്ന ഈ കാലയളവിൽ നമ്മൾ ഏത് അർത്ഥത്തിലാണ് മൗദൂദിയുടെ ആശയങ്ങളെയും ഗ്രന്ഥങ്ങളെയും പരിഗണിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഇവിടെ ഈ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാം കഴിയുന്നത്ര വിവിധ ആശയങ്ങളും ചിന്താഗതികളും വെച്ചു പുലർത്തുന്ന ആളുകൾ പൊതുവിഷയത്തിൽ യോജിക്കാവുന്നവണ്ണം ഒരുമിച്ച് ഒരു കൂട്ടായ തരത്തിലുള്ള പ്രതികരണവും ഒരുമിച്ചുള്ള ബോധവൽക്കരണവുമാണ് നടക്കുക. നേരത്തെ ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പരമാവധി അങ്ങേയറ്റം ഏറ്റവും കൃത്യമായ ധനാത്മകമായ ശരിയായ ഒരു റിസൾട്ട് ഉണ്ടാക്കാവുന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കാനും
അതേപോലെ നേരിനെ പരിചയപ്പെടുത്താനും ഉതകുന്ന ഈ രൂപത്തിലുള്ള ചർച്ചയും ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ താല്പര്യം ഒരു പരിധിവരെ സാർത്ഥകമാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് സംഘാടകർ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ തെളിവുകൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും പ്രമാണങ്ങളുടെ ഉൾക്കൊള്ളുന്ന പരലോകമോക്ഷത്തിൻ്റെ ആദർശം ജീവിതത്തിൽ പകർത്തുകയും കുടുംബങ്ങളെ ആ രൂപത്തിൽ വളരാൻ വേണ്ടി സഹായിക്കുകയും നാട്ടിലേക്ക് ബഹുജനങ്ങൾക്ക് മുഴുവൻ ഇസ്ലാമിൻ്റെ മഹിതമായ സമാധാനത്തിൻ്റെയും പരലോകമോക്ഷത്തിൻ്റെയും ആദർശം അത് കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക മാത്രമാണ്. ശരിയായ രൂപത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ അപക്വതകൾ സ്വാഭാവികമായി അതിൽ ഇല്ലാതായി പോയിക്കൊള്ളും എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി പക്വതയോടെ പ്രതികരിക്കാനും ദഅ്വാരംഗത്ത് സജീവമായി അവനവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനും ഓരോരുത്തരും സന്നദ്ധമാകണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന റബ്ബിൻ്റെ തൃപ്തി നേടിയ ശരിയായ ദാസന്മാരിൽ സർവശക്തനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.